നിരക്ക് കുറയ്ക്കലുകളിൽ ഭൂരിഭാഗവും ഇതിനകം പൂർത്തിയായതിനാൽ വരും വർഷത്തിൽ മോണിറ്ററി പോളിസിയുടെ പങ്ക് എങ്ങനെയായിരിക്കും? അതെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിക്ക നിരക്കുകളും ഇതിനകം കുറച്ചു കഴിഞ്ഞു. ഈ വർഷം യഥാർത്ഥ സാമ്പത്തിക പ്രവണതകൾ തിരിച്ചറിയുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഡാറ്റ ഒഴിവാക്കി നോക്കുകയും ചെയ്യുന്നത് ഈ വർഷത്തെ മോണിറ്ററി പോളിസിയുടെ പ്രധാന പ്രവൃത്തിയാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഭൂരിഭാഗം സമയവും പണപ്പെരുപ്പം 4% ലക്ഷ്യത്തിനേക്കാൾ താഴെയായിരുന്നു. RB ശരാശരി 2% ആയി പ്രതീക്ഷിക്കുന്നു. എന്നാൽ 2027 സാമ്പത്തിക വർഷത്തിൽ ഈ വർഷത്തെ കുറഞ്ഞ പണപ്പെരുപ്പത്തിന്റെ ബേസ് ഇഫക്റ്റ് കാണാം. ബേസ് ഇഫക്റ്റ് കാരണം അടുത്ത വർഷം പണപ്പെരുപ്പം കുറച്ചുകൂടി ഉയരും. പുതിയ പേ സീരീസ് വരും. ഫെബ്രുവരി മുതൽ സർക്കാർ പേ സീരീസ് മാറ്റുന്നു. പുതിയ അപ്ഡേറ്റുകൾ ഇകൊമേഴ്സ് പോലുള്ള പുതിയ ഐറ്റങ്ങളും ഉൾപ്പെടും. ഡാറ്റ ശേഖരിക്കുന്ന ചില രീതികളും മാറും. അതുകൊണ്ട് തുറന്നു പറഞ്ഞാൽ വെബായ് ഇതിനെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. എന്തെന്നാൽ മുൻകാല പ്രവണതകൾ ഈ പണപ്പെരുപ്പ സീരീസിന് ഇനി ബാധകമല്ല, കാരണം ഈ ഇൻഫ്ലേഷൻ സീരീസ് ഇപ്പോൾ മെച്വേർഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കലണ്ടർ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പണപ്പെരുപ്പത്തിലെ ചെറിയ വർധനവ് ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ അവർക്ക് നയം സ്ഥിരതയോടെ തുടരേണ്ടി വരും. അതുകൊണ്ട് ഈ വർഷം റിബയുടെ മികച്ച സമീപനം പലിശ നിരക്കുകൾ ദീർഘകാലം താഴ്ന്ന നിലയിൽ നിലനിർത്തുകയും ലിക്വിഡിറ്റി സുഗമമായി സൂക്ഷിക്കുകയും ഫോറിൻ എക്സ്ചേഞ്ച് പോളിസി സുതാര്യമായി തുടരുകയും ചെയ്യുന്നതാണ്. ഈ വർഷം റിബയിൽ നിന്നും പ്രധാനമായും ഇതയാണ് നിങ്ങളുടെ പ്രതീക്ഷ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.